മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആവർത്തിച്ച് നമ്മളെ ഉപദേശിച്ച ഒരു വിഷയം മാതാപിതാക്കളെ സംബന്ധിച്ചാണ്, ബാപ്പ ഉമ്മയെ സംബന്ധിച്ചാണ്. അത് വലിയ ഒരു സംഗതിയാണ്. എത്രത്തോളം എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബാപ്പയുടെയോ ഉമ്മയുടെയോ മുഖത്ത് ഒരു മനുഷ്യൻ കാരുണ്യത്തോടുകൂടെ, ബാപ്പയുടെ മുഖത്തോ ഉമ്മയുടെ മുഖത്തോ, ബാപ്പ ഉമ്മക്ക് ഗുണം ചെയ്തു കൊടുക്കുന്ന ഒരു കുട്ടി, ഒരു മകൻ, മാമിൻ വലദിൻ ഭാര്യൻ യൻദുറു ഇലാ വാലിദൈഹി, ബാപ്പ ഉമ്മക്ക് ഗുണം ചെയ്തു കൊടുക്കുന്ന ഒരു മകൻ അല്ലെങ്കിൽ മകൾ, ആ ബാപ്പ ഉമ്മയുടെ മുഖത്തേക്ക് കാരുണ്യത്തോടുകൂടി ഒന്ന് നോക്കിയാൽ, നദറ റഹ്മത്തിൻ, കാരുണ്യത്തിന്റെ നോട്ടമാ ബാപ്പയിലേക്ക് നോക്കുന്നത് അല്ലെ ഉമ്മയിലേക്ക് നോക്കുന്നത്. അങ്ങനെ ബാപ്പ ഉമ്മയിലേക്ക് കാരുണ്യത്തോടുകൂടി മകനോ മകളോ നോക്കിയാൽ, ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി നദറത്തിൻ ഹജ്ജം മബ്റൂറാ. അങ്ങനെ കാരുണ്യത്തോടുകൂടി ബാപ്പ ഉമ്മയുടെ മുഖത്തേക്കുള്ള ഒരു നോട്ടത്തിന് ഒരു മബ്റൂറായ ഹജ്ജ് അല്ലാഹു തആല അവന് രേഖപ്പെടുത്തും. ഒരു ഹജ്ജിന് പോകണമെങ്കിൽ എത്ര പണിയുണ്ട്, അതൊരു മബ്റൂറായ ഹജ്ജാകണമെങ്കിൽ എത്ര പ്രയാസമുണ്ട്, എത്ര പണം വേണം, എത്ര അധ്വാനം വേണം. ആ ഹജ്ജിന്റെ പ്രതിഫലം, ഒരു ഹജ്ജിന്റെ പ്രതിഫലം ബാപ്പ ഉമ്മയുടെ മുഖത്തെ കാരുണ്യത്തോടുകൂടെ നോക്കുന്ന മക്കൾക്ക് അല്ലാഹു കൊടുക്കുമെന്ന് നബി തങ്ങളങ്ങ് പറഞ്ഞപ്പോൾ സഹാബികൾ ചോദിക്കുകയാണ്, ഖാലൂ വഇന്നദറ കുല്ലയൗമിൻ മിഅത്തമറ. ഒരാൾക്ക് കൊല്ലത്തിൽ ഒരു ഹജ്ജല്ലേ ചെയ്യാൻ കഴിയൂ, എന്നാൽ ഒരു ദിവസം 100 പ്രാവശ്യം ബാപ്പാന്റെ മുഖത്ത് കാരുണ്യത്തോടെ നോക്കാൻ കഴിയുമല്ലോ, 100 പ്രാവശ്യം ഉമ്മാന്റെ മുഖത്ത് നോക്കാൻ കഴിയുമല്ലോ. അപ്പോൾ ഒരു ദിവസം 100 തവണ ബാപ്പയുടെ മുഖത്തേക്ക് അദ്ദേഹം അങ്ങ് നോക്കിയാലോ, ഉമ്മാന്റെ മുഖത്തേക്ക് കാരുണ്യത്തോടെ നോക്കിയാലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി, നഅം അല്ലാഹു അക്ബർ വ അത്യബ്. നഅം, 100 പ്രാവശ്യം നോക്കിയാൽ 100 ഹജ്ജിന്റെ പ്രതിഫലം. അല്ലാഹു തആല വലിയവനാണ്, അവൻ ഏറ്റവും നല്ലവനാണ്, അവന് കൊടുത്താൽ തീർന്നു പോകുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പൊ ബാപ്പ ഉമ്മയുടെ മുഖത്തേക്ക് കാരുണ്യത്തോടുകൂടെ നോക്കുന്നതിന് ഇത്രയും വലിയ പ്രതിഫലം. ഞാനൊരു 3-4 ദിവസം മുമ്പ് ഒരു ക്ലിപ്പ് കേട്ടു. ആ ക്ലിപ്പ് വനിതാ കമ്മീഷന്റെ ക്ലിപ്പാണ്. വനിതാ കമ്മീഷൻ പറയുന്ന സംസാരം എന്താ വിഷയം? അവര് പറയുന്നത്, ഒരമ്മേന മക്കള് ലേലം ചെയ്തെടുത്തു. നിങ്ങൾ കേട്ടോന്ന് അറിയില്ല, ഇപ്പൊ എനിക്ക് ഈ എഴുത്തുകൊടുന്ന ഇസ്ഹാഖ് സഖാഫിന്റെ അടുത്തുണ്ട്, അയാൾ എനിക്ക് കേൾപ്പിച്ചത്. അമ്മേനെ ലേലം ചെയ്തെടുത്തു. ഒരു ക്രിസ്തുമതത്തിൽപ്പെട്ട അമ്മയെ, മതത്തിന്റെ കുഴപ്പാണ് അത് എന്ന് പറയേണ്ട, മക്കളെ കുഴപ്പമാണ്. ക്രിസ്തുമതത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ മക്കളെ നല്ലോണം നോക്കുന്നവരുണ്ടാവും, അമ്മനെ അച്ഛനെ നോക്കുന്നവരുണ്ടാവും, അതുപോലെ എല്ലാ മതത്തിലും ഉണ്ടാവും കുഴപ്പക്കാരും, അതുപോലെ തന്നെ കാരുണ്യമില്ലാത്തവരും, അച്ഛനമ്മനെ നോക്കാത്തവരും. സുഹൃത്തുക്കളെ, ലേലം ചെയ്തെടുത്ത് എന്തിനാ? അമ്മക്ക് നല്ല സ്വത്തുണ്ട്, മക്കൾക്ക് അതിനേക്കാളും സ്വത്തുണ്ട്, ഭാര്യ ഉദ്യോഗമുണ്ട്, ഭാര്യ ഉദ്യോഗസ്ഥന്മാരാ. ഈ അമ്മനെ വയസ്സായതിന്റെ ശേഷം പരിചരിക്കാൻ ആര് ഏറ്റെടുക്കും? അപ്പൊ അതിനാളെ കിട്ടുന്നില്ല. അപ്പൊ അമ്മ എന്ത് ചെയ്തു? അമ്മ എല്ലാ മക്കളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ലേലം ചെയ്തു. അമ്മേനെ തന്നെ ഏറ്റവും ചുരുങ്ങിയ പൈസക്കാരെ ഏറ്റെടുക്കും. എന്നെ നോക്കുന്ന കാര്യം ഏറ്റവും ചുരുങ്ങിയ പൈസക്കാരെ ഏറ്റെടുക്കും. അങ്ങനെ ലേലത്തിൽ ഏറ്റവും ഇളയ മകൻ 10 ലക്ഷം റുപ്യക്ക് ഏറ്റെടുക്കാന്ന് പറഞ്ഞു. ഏറ്റവും ചുരുങ്ങിയ സംഖ്യ പറഞ്ഞ ഇളയ മകനാ. അങ്ങനെ അമ്മനെ ലേലത്തിന് കൊടുത്തു. ആർക്ക്? ഇളയ മോന്. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരിക്കലും തന്നെ ഈ ഒരു വിധത്തിൽ നമ്മളായി പോകാൻ പാടില്ല. ബാപ്പ ഉമ്മയെ കൊണ്ടാണ്, അതേ അവനവന്റെ ബാപ്പ ഉമ്മയെ കൊണ്ടാണ് സ്വർഗത്തിൽ കടക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, റഗിമ അൻഫുഹു റഗിമ അൻഫുഹു റഗിമ അൻഫുഹു.
അവന്റെ മൂക്ക് മണ്ണിൽ കുത്തിപ്പോയി, അഥവാ നിന്യനായി പോയി. ചോദിച്ചു, ആരാണ്? അല്ലാഹുവിന്റെ റസൂലേ, ആരാണ് നിന്യനായത്? അവിടുന്ന് പറഞ്ഞു, മന്നദറക വാലിദൈൻ കിബരി, പ്രായമുള്ള സമയത്ത് ബാപ്പയോ ഉമ്മയോ എത്തിച്ചു. ബാപ്പക്കോ ഉമ്മക്കോ അഹദുമാ കിലാഹുമാ, അതേ അവരിൽ ഒരാളോ അല്ലെങ്കിൽ രണ്ടാളുമോ പ്രായമുള്ളവരായി. സുമ്മലം യദ്ഖുലിൽ ജന്ന, വയസ്സായ ബാപ്പയെ കിട്ടിയിട്ട്, വയസ്സായ ഉമ്മയെ കിട്ടിയിട്ട് ആ ബാപ്പ ഉമ്മാനെ പരിചരിച്ച് ബാപ്പ ഉമ്മാന്റെ പൊരുത്തം വാങ്ങി അവൻ സ്വർഗത്തിൽ കടന്നില്ല. നല്ല ചാൻസ് ആയിരുന്നു സ്വർഗത്തിൽ കടക്കാൻ. ഇപ്രായമുള്ള ഉമ്മാനെ മരണം വരെ പരിചരിച്ച് ആ ഉമ്മാക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്ത് ഉമ്മാന്റെ പൊരുത്തം വാങ്ങി സ്വർഗത്തിൽ കടക്കാൻ, ഉമ്മാമാന്റെ പൊരുത്തം വാങ്ങി സ്വർഗത്തിൽ കടക്കാൻ, ബാപ്പന്റെ പൊരുത്തം വാങ്ങി സ്വർഗത്തിൽ കടക്കാൻ, ഉപ്പാപ്പാന്റെ പൊരുത്തം വാങ്ങി സ്വർഗത്തിൽ കടക്കാൻ നല്ല ചാൻസ് കിട്ടിയിട്ട് ആ ചാൻസ് ഉപയോഗിച്ചില്ല, അവൻ സ്വർഗത്തിൽ കടന്നില്ല. ശൈത്താനുണ്ടല്ലോ, പിശാച്. ആ പിശാചിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നമാ യുരീദു ശൈത്താനു അൻ യുഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ. പിശാച് ചെയ്യുന്ന പ്രവർത്തനം എന്താണ്? നിങ്ങൾക്കിടയിൽ വെറുപ്പും വൈരാഗ്യവും ഉണ്ടാക്കലാണ് പിശാചിന്റെ ഉദ്ദേശം. പിശാചിന് വേണ്ടതെന്താണ്? വർഗീയത ഉണ്ടാകണം. പിശാചിന് വേണ്ടതെന്താണ്? ഭീകരവാദവും അക്രമവാദവും ഉണ്ടാകണം. പിശാചിന് വേണ്ടതെന്താണ്? എല്ലാ ജനങ്ങളും തമ്മിലടിക്കണം. മനുഷ്യന്റെ ശത്രുവാണല്ലോ പിശാച്. ആ പിശാച് മനുഷ്യനെ തമ്മിലടിപ്പിക്കും, വൈരാഗ്യങ്ങൾ സൃഷ്ടിക്കും, വൈരാഗ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. അത് ചിലപ്പോൾ അതാ ഒരു മതക്കാരനും വേറൊരു മതക്കാരനുമായിട്ടുണ്ടാക്കാൻ ശ്രമിക്കും, ഒരു പാർട്ടിക്കാരനും വേറൊരു പാർട്ടിക്കാരനും തമ്മിൽ ഉണ്ടാക്കാൻ ശ്രമിക്കും. ചിലപ്പോൾ ഒരു കച്ചവടക്കാരനും വേറൊരു കച്ചവടക്കാരനും തമ്മിൽ പരസ്പരം വൈരാഗ്യമുണ്ടാക്കാൻ ശ്രമിക്കും. ചിലപ്പോൾ അതാ ഒരു വാഹനക്കാരനും വേറൊരു വാഹനക്കാരനും തമ്മിൽ വൈരാഗ്യം ഉണ്ടാക്കാൻ ശ്രമിക്കും. എന്താ നിനക്ക് ബേക്കോട്ട് എടുത്താൽ എന്താ? അല്ല, ഞാൻ എന്തിനാ ബേക്കോട്ട്? നിനക്ക് ബേക്കോട്ട് എടുത്താൽ എന്താ? നിങ്ങൾ കാണുന്നില്ലേ റോട്ടിൽ നിന്നൊക്കെ വെറുതെ സമയം പോകാറുള്ളത്? ഡ്രൈവർമാരെ വാശിയുണ്ട്. എല്ലാ ഡ്രൈവർമാരും അങ്ങനെയാണെന്നല്ല. മുഅ്മിനൂന ഹയ്യിനൂന ലയ്യിനൂന, സത്യവിശ്വാസികൾ വളരെ ലളിതമായ സ്വഭാവമുള്ളവർ, വളരെ സിമ്പിളായി കൈകാര്യം ചെയ്യാൻ കഴിയുന്നവർ, അതാണ് സത്യവിശ്വാസികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, വാശിക്കാരല്ല. അൽ മുഅ്മിനു യഗ്ലഫ്, മുഅ്മിനായ സത്യവിശ്വാസി അവന് ഇണങ്ങും, വേഗം ഇണങ്ങും. മുഅ്മിനല്ലാത്തവന് ഇണങ്ങൂല, ഇണക്കം. അതുപോലെ ലോലമായ സ്വഭാവം, ഈ സ്വഭാവമാണ് വേണ്ടത്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മാതാപിതാക്കൾ മുഖേന സ്വർഗത്തിൽ കടക്കണം. അതിന് ശൈത്താൻ എന്ത് ചെയ്യുന്നറിയോ? മക്കളെ ഇങ്ങ് തെറ്റിക്കും, മക്കളെ മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുക്കൂ. എന്താ ഇപ്പോ ഞാനും എന്റെ ഭാര്യയും ഇങ്ങനെ നോക്കണോ? വേറെയും കുറെ മക്കളില്ലേ ഉമ്മാക്ക്, വേറെയും കുറെ മക്കളില്ലേ ബാപ്പാക്ക്. എന്താ ഓനും എന്റെ പെണ്ണുങ്ങൾക്ക് എന്താ പണി? ഞാനും എന്റെ പെണ്ണുങ്ങൾ തന്നെ നോക്കണം. ഇത് ചിലപ്പോ ഈ ഉമ്മ താമസിക്കുന്ന അല്ലേ ബാപ്പ താമസിക്കുന്ന പുരക്കാരനായ മകന്റെ മനസ്സിലാ ശൈത്താൻ തോന്നിപ്പിക്കുക. അപ്പൊ പിന്നെ അവരിങ്ങനെ ഉമ്മാനോട് തന്നെ പറയാൻ തുടങ്ങി, ഞാൻ തന്നെ കെട്ടി വലിയണോ? ഇത് കേൾക്കുമ്പോ ഉമ്മാന്റെ മനസ്സിന്റെ വേദനകളൊന്ന് ആലോചിക്കണം. ഈ ഉമ്മ ഈ മകനെ അല്ലെ ഈ മകളെ അതാ ഗർഭം ചുമന്ന് പ്രസവിച്ചു. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഹമലത്തുഹു ഉമ്മുഹു വഹനൻ അലാ വഹനിൻ വഫിസാലുഹു ഫീ ആമൈൻ. ഉമ്മ ഗർഭം ചുമന്ന് എത്രയാ പ്രയാസം സഹിച്ചത്, എത്രയാ ബുദ്ധിമുട്ടിയത്. സുബ്ഹാനല്ലാഹ്. അത് കഴിഞ്ഞ് പ്രസവിച്ചപ്പോൾ എത്രയാ വേദന സഹിച്ചത്. അതിന്റെ ശേഷം ഈ കുട്ടിയെ സ്വന്തം മുല കുടിക്കാൻ അറിഞ്ഞൂടാ. എത്ര വലിയ ശാസ്ത്രജ്ഞന്റെ മോനായിട്ടെന്താ. സുബ്ഹാനല്ലാഹ്. കോഴിക്കുട്ടിയാണെങ്കിലും മുട്ടേന്ന് വന്ന് അന്യന്റെ ഓടുകയും ചാടുകയൊക്കെ ചെയ്യും, സ്വന്തം തന്നെ പോയിട്ട് ഭക്ഷണവും കഴിക്കും. ഇവ വലിയ ശാസ്ത്രജ്ഞനാണെന്നൊന്നും കാര്യമില്ല, മുലയെടുത്ത് വായിൽ വെച്ച് കൊടുത്താലേ കുടിക്കുള്ളൂ. നേരെ മറിച്ച് പശുക്കുട്ടിയാണെങ്കിൽ പശു നക്കി തീരുമ്പോഴേക്ക് എഴുന്നേറ്റ് മുലയുടെ എള്ളു നോക്കിയിറക്കും. അതിനും കഴിയൂല. മനുഷ്യൻ ദുർബലനായി. ഈ യുക്തിവാദിയും നിരീശ്വരവാദിയും ഒക്കെ ഉണ്ടാകുന്നത് ബുദ്ധിയില്ലാത്തതുകൊണ്ടാണ്, മനുഷ്യന്റെ ദൗർബല്യത്തെ കുറിച്ച് ചിന്തയില്ലാത്തത് കൊണ്ടാണ്. ഇപ്പൊ ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്
ഈ മനുഷ്യൻ ആ കുട്ടിയെ ഉമ്മ പോറ്റാണ്. എത്ര അധ്വാനിച്ചിട്ട്. ചിലപ്പം കയ്യിൽ മൂത്രമൊഴിച്ചു, ചിലപ്പം മടിയിൽ കാഷ്ടിച്ചു. നോമ്പാ ഉമ്മാക്ക്. നോമ്പ് നോറ്റിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വൈകുന്നേരം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുക, നോമ്പ് തുറന്നിട്ട്. അതിന്റെ മുമ്പ് കുഞ്ഞനെങ്ങനല്ലോ കൊണ്ടുപോയിട്ട് ഉറക്കി കിടത്തിയതാ. ആ കുഞ്ഞനെ ഉറക്കി തെളിയരുത് വലിയ നിർബന്ധമുണ്ട്. ഞാൻ പറയട്ടെ, സുബ്ഹാനല്ലാഹ്, വലിയ ശബ്ദമുള്ള പടക്കം കൊണ്ടുവന്നിട്ട് 27-നും 29-നും റമദാന്റെ തലേന്നൊക്കെ പൊട്ടിച്ച്, ചിലപ്പോ റോട്ടും വന്ന് പടക്കം പൊട്ടിച്ച് ആകെ റോട്ടും കൂടി പോകുന്നവനെ ശല്യം ചെയ്ത്. ഇങ്ങനത്തെ കുറെ മനുഷ്യന്മാരുണ്ട്. അവരോട് പറയട്ടെ, ഈ നോമ്പിന് ഈ കുട്ടീനെ ഒന്ന് വല്ലാതെ താലോലിച്ച് കിടത്തി ഉറക്കി ഈ കുഞ്ഞനെ ഉറക്കുകളിയെന്ന് വിചാരിക്കുമ്പോ തൊട്ട പൊരേന്ന് ഠഠാന്ന് പറഞ്ഞ് പൊട്ടു കുഞ്ഞനെ ഉറക്കുകളിഞ്ഞു പോയി. ഈ ഉമ്മ ഭക്ഷണം കഴിച്ചില്ല, നോമ്പൊരുന്ന് ഭക്ഷണം കഴിച്ചില്ല. ഈ കുഞ്ഞിന് ഉറക്കു തെളിയൂന്നുള്ള വിഷമം ഈ പടക്കം പൊട്ടിക്കുന്നവൻ ചിന്തിച്ചിട്ടില്ല. ഈ പടക്കം പൊട്ടിക്കുന്നവൻ ഓന്റെ വീട്ടിൽ നിന്ന് ശബ്ദം ഉണ്ടായി എന്നുള്ള ആ ശബ്ദം കേൾക്കണമെന്നുള്ള ധാരണയേ ഉള്ളൂ. ഈ കുഞ്ഞിന്റെ ഉറക്കു തെളിയുന്നത് അവൻ ആലോചിച്ചില്ല. അതിന്റെ തൊട്ടടുത്ത വീട്ടിൽ പശുവിനെ കെട്ടിയിരിക്കുന്നു. ആ പശു ഇതിന്റെ ശബ്ദം കേട്ടിട്ട് കാല് പൊക്കിയിട്ട് ഇങ്ങനെ തുള്ളുകയാണ് പേടിച്ചിട്ട്. സുബ്ഹാനല്ലാഹ്, ചിലരില്ലേ കല്യാണത്തിനും അല്ലാത്തതിനൊക്കെ വല്ലാത്ത ശബ്ദത്തിലുള്ള പടക്കം പൊട്ടിച്ച് കന്നുകാലികളെ ഭയപ്പെടുത്തുന്നവരില്ലേ, കുട്ടികളെ ഉറക്കു തെളിയിച്ച് ഉമ്മമാരുടെ മനസ്സ് വേദനിപ്പിക്കുന്നവരില്ലേ. അവരൊക്കെ ആലോചിക്കണം, ആ പടക്കം പൊട്ടിക്കുന്ന പണം വളരെ പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിന് കൊടുത്താൽ എത്ര നന്നായി, വീടില്ലാത്തവന്റെ വീട് നിർമ്മാണത്തിന് കൊടുത്താൽ എത്ര നന്നായി, നല്ല നല്ല കാര്യങ്ങൾക്ക് കൊടുത്താൽ എത്ര നന്നായി. ഇരിക്കട്ടെ, ഞാൻ ഇപ്പോഴതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, റോട്ടുമ്മ കൂടി പെരുന്നാളിന്റെ തലേന്ന് പോയിക്കൂടാ? എന്തേ പടക്കം പൊട്ടിച്ചിട്ട് ഒരൊറ്റ മോട്ടോർ സൈക്കിളുകാരനും പോയിക്കൂടാ? ഞാനൊരു ദിവസം വീട്ടിൽ ഇങ്ങനെ കിടക്കുകയാണ് ഭാര്യന്റെ കൂടെ. ഭാര്യ പെട്ടെന്ന് എഴുന്നേറ്റ്, പെരുന്നാൾ രാവാ, പെട്ടെന്ന് എഴുന്നേറ്റ് അതോ എന്ന് പറഞ്ഞു. എന്താ നോക്കുമ്പോ എന്താ ഏതോ ഒരു ചെറുപ്പക്കാരൻ മോട്ടോർ സൈക്കിൾ കൊണ്ട് പോയതാ, വേറൊന്നുമില്ല. അപ്പോഴേക്ക് ഉറങ്ങുന്നവര് ഞെട്ടിത്തെളിഞ്ഞുപോയി. ഉറങ്ങുന്നവന്റെ മുമ്പിൽ നിന്ന് ഉറക്ക് തെളിയിക്കുന്നവർക്ക് ഖുർആൻ ഉറക്ക ഓതല് ഹറാം. ഉറങ്ങുന്നവന്റെ ഉറക്ക് തെളിഞ്ഞു പോകുന്നവർക്ക് ഖുർആൻ ഉറക്ക ഓതുന്നത് ഹറാം. എങ്കിൽ പിന്നെ ഉറങ്ങുന്നവനെ ശല്യം ചെയ്യുന്ന നിലക്ക് ഈ നിലക്ക് പടക്കം പൊട്ടിക്കലിന്റെ വിധി പറയണോ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, നല്ല ചിന്ത വേണം. നമ്മൾ മാത്രമല്ല ജീവിക്കുന്നത്, നമ്മൾ മാത്രമല്ല ഉള്ളത്, ഒരുപാട് കക്ഷികളുണ്ട് ഇവിടെ. അതിൽ തന്നെ അതാ എന്റെ കുടുംബങ്ങളുണ്ട്, എന്റെ അയൽവാസികളുണ്ട്, മുസ്ലിമീങ്ങളുണ്ട്, അമുസ്ലിമീങ്ങളുണ്ട്, അല്ലാത്തവരുണ്ട്. ആർക്കും ശല്യം ചെയ്യാതെ ജീവിക്കുമ്പോഴാണ് ഞാൻ ഒരു യഥാർത്ഥ മുസ്ലിമാകുന്നത്. അൽ മുസ്ലിമു മൻ സലിമന്നാസു മിൻ ലിസാനിഹി വയദിഹി. നാവ് കൊണ്ടോ കൈകൊണ്ടോ ഒരാൾക്കും ശല്യം ചെയ്യാത്തവനാണ് യഥാർത്ഥ മുസ്ലിമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ ചെറുപ്പക്കാരന്റെ മനസ്സ് തോന്നിപ്പിക്കും, ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നോക്കണോ ഉമ്മാനെ, ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നോക്കണോ ബാപ്പാനെ, അല്ലെ ഞാനും എന്റെ ഭാര്യയെ തന്നെ അധ്വാനിക്കണോ? ഈ ചിന്തയിൽ നിന്നാണ് അവസാനം അമ്മ ലേലത്തിൽ നിൽക്കേണ്ടി വന്നത്. എന്നാ പിന്നെ നോക്കുന്നവന് പൈസ കൊടുത്തേക്കാ, പൈസ ഉണ്ടല്ലോ, നോക്കുന്നവന് പൈസ കൊടുത്തേക്കാമെന്ന് ആ അമ്മ, പാവപ്പെട്ട ആ അമ്മ ലേലത്തിൽ നിന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇതുപോലെ ഒരിക്കലും തന്നെ ഒരു മുസ്ലിമാകാൻ പാടില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അവന് ആരാധന നടത്തണം, അവന് നന്ദി ചെയ്യണം എന്ന് പറഞ്ഞ ഉടനെ കൂട്ടിപ്പറഞ്ഞത് അതേ വസൈനൽ ഇൻസാന ബിവാലിദൈഹി വഖദാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. എത്ര ആയത്തുകളിലാണ് അല്ലാഹുവിനെ അനുസരിക്കണം, അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കണം പറഞ്ഞ ഉടനെ പറയുന്ന മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണേ. ഈ മാതാപിതാക്കളെ നന്നായി പരിഗണിക്കണം. ഖുർആൻ എത്രത്തോളം പറഞ്ഞു, വലാ തൻഹറുഹുമാ, മാതാപിതാക്കളോട് നീ കടുപ്പത്തിൽ സംസാരിക്കരുത്. ചില കുട്ടികളുണ്ടല്ലോ, ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നീ ഒന്ന് അതാ കല്ലിക്കണ്ടി പോയിട്ട് ആ സാധനം ഇങ്ങോട്ട് വാങ്ങിച്ചു, ഉദാഹരണം അല്ലേ നാദാപുരത്ത് പോയിട്ട് വാങ്ങിച്ചോ, എന്നെ കൊണ്ടാവില്ല. അങ്ങനത്തെ ഒരൊറ്റ വാക്ക് എന്റെ പ്രിയപ്പെട്ട മക്കളെ പറഞ്ഞു പോകല്ലേ. എന്താ എന്നോട് പറയുന്നു, എന്താ ഓനോട് പറഞ്ഞാല്? അങ്ങനെയല്ല. ഉമ്മ എന്നോട് പറഞ്ഞത് എന്നെ സ്നേഹിച്ചിട്ടാണ്, ഉമ്മ എന്റെ മകനാണെന്ന നിലക്കാണ്.
ഈ ഉമ്മ എന്നോട് പറഞ്ഞു, ഞാനത് പോയി അങ്ങാടിയിൽ നിന്ന് ഉമ്മാക്ക് വാങ്ങിച്ചു കൊണ്ട് കൊടുത്താൽ ഓരോ ചവിട്ടടിക്കും പ്രതിഫലമാണ് പടച്ചവന്റെ അടുക്കൽ. എനിക്ക് സ്വർഗത്തിൽ കടക്കാനുള്ള വഴിയാണത്. ആ സ്വർഗത്തിൽ കടക്കുന്ന വഴി എന്തിനെന്നോട് പറയണം? അത് മറ്റവന് കൊടുത്തുകൂടെ എന്നല്ലേ നീ ചോദിച്ചതിന്റെ അർത്ഥം? എന്നോടെന്തിനു പറയണം? ജ്യേഷ്ഠനോട് പറഞ്ഞൂടെ, അനുജനോട് പറഞ്ഞൂടെ, പെങ്ങളോട് പറഞ്ഞൂടെ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ കടക്കാനുള്ള വഴി അവർക്ക് കാണിച്ചു കൊടുത്തൂടെ? എന്തിനാ എനിക്ക് കാണിച്ചു തരുന്നത് എന്നാണ് നീ പറഞ്ഞതിന്റെ അർത്ഥമെന്ന് ചിന്തിക്കണം. ഖുർആൻ അതാ പറഞ്ഞത്, വലാ തൻഹറൂമാ, മാതാപിതാക്കളോട് നീ കടുപ്പത്തിൽ സംസാരിക്കല്ലേ. വളരെ മാന്യമായി, വളരെ കാരുണ്യത്തിന്റെ സ്വഭാവത്തിലല്ലാതെ മാതാപിതാക്കളോട് സംസാരിക്കരുത്. ബാപ്പ ഉമ്മനെക്കാൾ ബഹുമാനിക്കണം ഉപ്പാപ്പാനെയും ഉമ്മാമാനെയും. അവർക്ക് അതിനേക്കാളും പ്രായ. അവർക്ക് മക്കള് എന്ന് പറഞ്ഞാൽ വല്ലാത്ത സ്നേഹമാണ്. അവരോട് വലിയ സ്നേഹവും കാരുണ്യവും പ്രകടിപ്പിക്കണം. സുഹൃത്തുക്കളെ, കുടുംബബന്ധം ചേർക്കണം. കുടുംബബന്ധം ചേർക്കണം. സുബ്ഹാനല്ലാഹ്, ചിലരുണ്ട്, ഞാൻ പലർക്കും വിസ കൊടുത്തു, കുടുംബത്തിൽ ഒരാൾക്കും ഞാൻ കൊടുത്തില്ല. വലിയ അഭിമാനം തന്നെയാണ്. അങ്ങനല്ല വേണ്ടത്. നീ കുടുംബക്കാർക്ക് ആദ്യം കൊടുക്കേണ്ടത്. നിന്റെ കുടുംബത്തിന് വേറൊരുത്തനാ നോക്കണ്ട്. ഒരാൾ അവന്റെ കുടുംബം പരിഗണിക്കണം, ബന്ധം ചേർക്കണം, ഒരിക്കലും ബന്ധം മുറിക്കരുത്. ഇതുപോലെ അയൽവാസികൾ, കുടുംബക്കാരും അയൽവാസികളും ഏത് മതക്കാര് എന്ന് പറയുന്നില്ല കേട്ടോ. കുടുംബക്കാരൻ ഒരു കുടുംബക്കാരി അല്ലെ കുടുംബക്കാരൻ അമുസ്ലിമാണ് ആയിക്കോട്ടെ, എന്നാലും കുടുംബബന്ധം ചേർക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് അസ്മാ ബീവി റളിയല്ലാഹു അൻഹ വന്നു. നബി തങ്ങളുടെ ഭാര്യ ആയിഷ ബീവിയുടെ സഹോദരിയാണ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോളാണ്. പണ്ട് പറഞ്ഞു, എന്റെ ഉമ്മ അഥവാ എന്റെ അമ്മ ഇസ്ലാമിൽ വന്നിട്ടില്ല, എന്റെ അമ്മ ഇപ്പൊ വന്നിട്ടുണ്ട്, എന്നെ കാണാൻ വന്നിട്ടുണ്ട്. അമ്മയുമായുള്ള ബന്ധം ചേർത്ത് അമ്മക്ക് ഞാൻ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. ഉടനെ പറഞ്ഞു, സിലീഹ, ആ ബന്ധം ചേർക്കണം, അമ്മ എന്ന ബന്ധം ചേർക്കണം. മതം മറ്റൊന്നാകട്ടെ, അമ്മ അമ്മ തന്നെ, ഉമ്മ തന്നെ, അച്ഛൻ അച്ഛൻ തന്നെ, ആങ്ങള തന്നെ, പെങ്ങള് തന്നെ, അയൽവാസി അയൽവാസി തന്നെ. അതാണ് ഇസ്ലാമിന്റെ ആശയം. ഖുർആൻ തന്നെ വ്യക്തമായി പറഞ്ഞതാ. وَإِنْ جَاهَدَاكَ عَلَىٰ أَن تُشْرِكَ بِي مَا لَيْسَ لَكَ بِهِ عِلْمٌ فَلَا تُطِعْهُمَا وَصَاحِبْهُمَا فِي الدُّنْيَا مَعْرُوفًا. നീ ഒരാൾ ഇസ്ലാമിലേക്ക് വന്നു, നീ ഏകദൈവ വിശ്വാസിയാണ്, നിന്റെ അച്ഛനോ അമ്മയോ ബഹുദൈവ വിശ്വാസത്തിന് നിന്നെ നിർബന്ധിച്ചാൽ നീ നിന്റെ ആശയം വിടേണ്ടതില്ല. ആശയം എന്നത് അവനവന് സ്വാതന്ത്ര്യമുള്ള കാര്യമാണ്. നീ നിന്റെ ആശയത്തിൽ ഉറച്ചു നിന്നു. പക്ഷേ നിന്റെ അച്ഛനമ്മമാരോട് നല്ല നിലക്ക് പെരുമാറണം. അവർക്ക് അവരുടെ അവകാശം വകവെച്ചു കൊടുക്കണം, അവരെ സ്ഥാനം വകവെച്ചു കൊടുക്കണം, അവരോട് നല്ല നിലക്ക് പെരുമാറണം. അവിടെ മതം നോക്കാൻ പാടില്ല.